വയനാട് നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം LDF UDF കക്ഷികൾക്കെതിരെയുള്ള ജനവികാരമാണെന്ന് NDAയുടെ കണക്കുകൂട്ടൽ. അതേസമയം BJPയുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ടെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണുള്ളതെന്നും BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലമയിൽ ജനം ടിവിയോട് പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് NDA ഉള്ളത്. 64.95% വോട്ട് മാത്രമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഇത് 73.48%. LDF ക്യാമ്പ് ഉണർന്നു പ്രവർത്തിക്കാതിരുന്നത് ഒരു പരിധിവരെ പോളിംഗ് കുറയാൻ കാരണമായെന്ന് NDA വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് സുനിശ്ചിതമായിരുന്നു. ഇത് ഇത്രത്തോളം കുറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് പൊതുവെ ഈ ഒരു ദുരന്തം അതിജീവിച്ച സാഹചര്യത്തിൽ ഈ ഒരു ഇലക്ഷനോടുള്ളൊരു പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ടതാണ്. LDFൻ്റെതാണ് തീരെ പിക്ചറിൽ പോലും ഇല്ലാത്തത്. അവരുടെ പ്രവർത്തകരെയും കാണുന്നില്ല, അവരുടെ വർക്കും കാണുന്നില്ല, അവരുടെ വോട്ടുകൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെതാണെങ്കിൽ അവരുടേതായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2019 പോളിംഗ് ശതമാനം 2024 കുറഞ്ഞപ്പോഴാണ് BJPക്ക് 1 ലക്ഷത്തിലധികം വോട്ട് നേടാനായത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം തെരഞ്ഞെടുക്കലും കിറ്റ് വിഭാഗവുമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്. മാത്രമല്ല, പറയത്തക്ക വികസനവും രാഹുലിന് ജില്ലയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇവയെല്ലാം ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ തടസ്സമായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജനം, വയനാട്.